നമസ്കാരം, ഞാൻ ദേവി മഹേഷൻ സേവ് ലൂമിൽ നിന്ന്. ഇന്നിവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ബേസിക് 3 ഫോൾഡഡ് മാസ്കിന്റെ പേപ്പർ പാറ്റേൺ ആണ്. ചെയ്ത് വരുമ്പോഴത്തേക്കും ഇങ്ങനെ ഇരിക്കുന്ന ഒരു മാസ്ക് ആണ് ചെയ്യുന്നത്. ഇപ്പോൾ പേപ്പർ പാറ്റേൺ ആണ് ചെയ്യുന്നതെങ്കിലും ഫാബ്രിക് എടുക്കുമ്പോൾ, തുണി എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇച്ചിരി ക്ലോസ്ലി വോവൻ ഫാബ്രിക് ആണെങ്കിൽ ബെറ്റർ ആയിരിക്കും. ക്ലോസ്ലി വോവൻ എന്ന് പറയുമ്പോൾ അടുപ്പിച്ച് നെയ്തിരിക്കുന്ന ഫാബ്രിക് ആണെങ്കിൽ ബെറ്റർ ആയിരിക്കും. അതേപോലെ തന്നെ പ്രിന്റഡ് ഫാബ്രിക്സ് യൂസ് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. കുറേ നേരം മുഖത്ത് കെട്ടേണ്ടതായതുകൊണ്ട് പ്രിന്റഡിൽ കെമിക്കൽസ് ഉണ്ടാവും. അതുകൊണ്ട് പ്രിന്റഡ് യൂസ് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഇനി നമുക്ക് പേപ്പർ പാറ്റേണിലോട്ട് പോകാം. പേപ്പർ പാറ്റേൺ ചെയ്യുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഒരു പേപ്പർ എടുത്തിട്ട് 18 സെൻറ്റിമീറ്റർ ബൈ 20 സെൻറ്റിമീറ്ററിൻ്റെ ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കണം. അപ്പോൾ ആദ്യം അത് ചെയ്യാം. ഈ റെക്റ്റാങ്കിളിനെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനത്തെ ഒരു റെക്റ്റാങ്കിൾ കിട്ടിക്കഴിഞ്ഞു. ഈ റെക്റ്റാങ്കിൾ വരുമ്പോൾ നീളം വരുന്നത് 20 സെൻറ്റിമീറ്റർ അഥവാ 7.8 ഇഞ്ചും വീതി വരുന്നത് 18 സെൻറ്റിമീറ്റർ അഥവാ 7 ഇഞ്ചസുമാണ്. ഇപ്പോൾ ഇനി ഈ റെക്റ്റാങ്കിളിൽ കുറച്ച് മെഷർമെൻറ്റ്സിനനുസരിച്ച് പ്ലീറ്റ്സ് ഉണ്ടാക്കാനുള്ള ലൈൻസ് വരയ്ക്കണം. ഇപ്പോൾ സ്ക്രീനിൽ ആ ലൈൻസ് കാണാവുന്നതാണ്. അതേ മെഷർമെൻറ്റിനനുസരിച്ചാണ് വരയ്ക്കേണ്ടത്. അപ്പോൾ ആദ്യം 2 ഇഞ്ച് വിട്ടതിന് ശേഷം ഒരു ലൈൻ വരയ്ക്കണം. അതിനുശേഷം 1 ഇഞ്ച് കഴിഞ്ഞ് അടുത്ത ലൈൻ. അടുത്ത ലൈൻ വരുന്നത് 0.5 അര ഇഞ്ച് കഴിഞ്ഞ് അടുത്ത ലൈൻ. വീണ്ടും 1 ഇഞ്ച് കഴിഞ്ഞിട്ട് അടുത്ത ലൈൻ. 0.5 ഇഞ്ച് കഴിഞ്ഞ് അടുത്ത ലൈൻ. വീണ്ടും 1 ഇഞ്ച് കഴിഞ്ഞ് അടുത്ത ലൈൻ. ഇനി പ്ലീറ്റ്സ് ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യേണ്ടത് ആദ്യത്തെ ഈ 2 ഇഞ്ച് കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ലൈനിൻ്റെ അവിടെ ഒരു മടക്കി ഒരു ക്രീസ് ഉണ്ടാക്കാം. ഇത് കൊണ്ടുവന്ന് നമ്മുടെ അര ഇഞ്ചിന് മുമ്പുള്ള ലൈനിൽ കൊണ്ടുവന്ന് ജോയിൻ ചെയ്യണം. ഇങ്ങനെയാണ് ആദ്യത്തെ പ്ലീറ്റ് ഉണ്ടാക്കുക. അത് കഴിഞ്ഞിട്ടുള്ള അടുത്ത ലൈൻ വീണ്ടും ഫോൾഡ് ചെയ്ത് ക്രീസ് ഉണ്ടാക്കിയതിന് ശേഷം അടുത്ത ലൈനിലേക്ക് കൊണ്ടുവന്ന് ഫോൾഡ് ചെയ്യണം. വീണ്ടും അതേപോലെ തന്നെ നെക്സ്റ്റ് ലൈൻ. ഇങ്ങനെയാണ് ഇതിൻ്റെ പ്ലീറ്റ്സ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ പ്ലീറ്റ്സ് ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ ക്ലോഷർ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. 2 രീതിയിൽ ചെയ്യാം. ഒന്ന് എലാസ്റ്റിക് വെച്ച് ചെയ്യാം, അല്ലെങ്കിൽ ഫാബ്രിക് വെച്ചുള്ള ക്ലോഷറും ചെയ്യാം. ആദ്യം എലാസ്റ്റിക്കിൻ്റെ നോക്കാം. അത് ചെയ്യുന്നതിന് മുമ്പ് ഈ 2 എഡ്ജസ് ഫിനിഷ് ചെയ്യാനുണ്ട്. അപ്പോൾ ആദ്യം അതിന് വേണ്ടി ഒരു വളരെ കുറച്ചൊരു 1/4 ഇഞ്ച്, ഒരു 1/4 ഇഞ്ച് എടുത്ത് 2 സൈഡും മടക്കി സാധാ ചെയ്യുന്ന ടോപ്പ് സ്റ്റിച്ച് അതിൻ്റെ മേലിൽ കൂടി ചെയ്യണം. ഇവിടെ ഇപ്പോൾ സ്റ്റേപ്പിളാണ് ചെയ്യുന്നത്.
അതേപോലെ തന്നെ ഈ സൈഡ്. അതിനുശേഷം ഈ സൈഡ് എടുത്ത് മടക്കണം. ഇവിടെ അടിക്കുന്നതിന് മുമ്പ് എലാസ്റ്റിക് ആഡ് ചെയ്യണം. എലാസ്റ്റിക് ഇപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് 18 സെൻറ്റിമീറ്റർ ആണ്, അഥവാ ഒരു 7 ഇഞ്ച്. ഇത് മടക്കി അടിക്കുന്നതിന് മുമ്പ് തന്നെ ഈ എലാസ്റ്റിക് ഇങ്ങനെ രണ്ട് സൈഡിലോട്ടുമായിട്ട് ലൂപ്പ് ചെയ്തെടുക്കണം. ലൂപ്പ് ചെയ്തെടുത്തതിന് ശേഷം ഇവിടെ ടോപ്പ് സ്റ്റിച്ച് അടിക്കാൻ വേണ്ടത് ഇപ്പോൾ ഇവിടെ വീണ്ടും സ്റ്റേപ്പിൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് എലാസ്റ്റിക് ആഡ് ചെയ്യേണ്ടത്. ഇനി അടുത്തത് നമുക്ക് തുണിയിൽ എങ്ങനെ ചെയ്യേണ്ടതെന്ന് നോക്കാം. ഫാബ്രിക് ആകുമ്പോഴത്തേക്കും ഒരു 1 ഇഞ്ച് വീതിയും 24 ഇഞ്ച് നീളത്തിലും ഒരു പേപ്പർ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആദ്യം ഇതിൻ്റെ റോ എഡ്ജസ് ഫിനിഷ് ചെയ്യണം. റോ എഡ്ജസ് ഫിനിഷ് ചെയ്ത് ഒരുമിച്ച് തന്നെയാണ് തയ്ക്കുന്നത്. അപ്പോൾ ആദ്യം രണ്ട് സൈഡിൽ നിന്നും ഒരു 1/4 ഇഞ്ച് എടുത്ത് ഫോൾഡ് ചെയ്യാം. ഇങ്ങനെ രണ്ട് സൈഡ് മടക്കിയതിന് ശേഷം ഇതിൻ്റെ മിഡിലിൽ വെച്ച്, ഇതിൻ്റെ നടുക്കിൽ വെച്ച് ഒരു പ്രാവശ്യം കൂടെ രണ്ടും കൂടി ഇങ്ങനെ മടക്കിയെടുക്കണം. ഇങ്ങനെ മടക്കിയെടുത്തതിന് ശേഷം മാസ്കിൻ്റെ സൈഡിൽ, ഇപ്പോൾ ഇത് 24 ഇഞ്ചാണ്, അപ്പോൾ അതിൻ്റെ മിഡിലിൽ കൊണ്ടുവന്നിട്ട് സൈഡിൽ വെച്ചിട്ട് മേലെ മുതൽ താഴെ വരെ ടോപ്പ് സ്റ്റിച്ചാണ് ചെയ്യേണ്ടത്. ഇവിടെ സ്റ്റേപ്പിൾ ചെയ്ത് കാണിക്കാനും. ഇങ്ങനെയാണ് ഫാബ്രിക് ക്ലോഷർ ഉണ്ടാക്കുന്നത്. അപ്പോൾ 3-fold പേപ്പർ പാറ്റേൺ ആണ്, 3-fold മാസ്കിൻ്റെ പേപ്പർ പാറ്റേൺ ആണ് ഇപ്പോൾ ഇവിടെ കാണിച്ചത്. മാസ്ക് വെക്കുമ്പോൾ സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഒരു മാസ്ക് 4 മുതൽ 6 മണിക്കൂർ വരെ ഒരുമിച്ച് വെക്കാവുള്ളൂ. അതുകൊണ്ട് തന്നെ വെളിയിൽ പോകുമ്പോൾ 2 മാസ്ക് കയ്യിൽ വെക്കുന്നത് നല്ലതായിരിക്കും. യൂസ് ചെയ്ത് കഴിഞ്ഞ മാസ്ക് ഒരു പൗച്ചിലോ ഒരു പ്ലാസ്റ്റിക് ബാഗിലോ വെച്ച് വീട്ടിൽ കൊണ്ടുവന്ന് ഒരു മൈൽഡ് ഡിറ്റർജൻറ്റും ചൂടുവെള്ളത്തിലും കഴുകുന്നത് നല്ലതാണ്. അപ്പോൾ സ്റ്റേ സേഫ്, സ്റ്റേ ഹെൽത്തി. താങ്ക് യു.